ഈ ന്യൂഡ് ഫോട്ടോഷൂട്ട് സെക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയുന്ന സ്ത്രീയുടെ ശരീരത്തെയും അവളുടെ സ്ത്രീത്വത്തെയും വിറ്റ് കാശാക്കുന്ന ഒരു കോൺസെപ്റ്റിലല്ലേ ഹണി അന്ന് സപ്പോർട്ട് ചെയ്തത് എന്ന് ഞാൻ ചോദിച്ച ഹണി അത് ഇയാളല്ലല്ലോ അങ്ങനെ ചോദിക്കേണ്ടത്. ആക്ച്വലി അത് എൻ്റെ ശരീരമാണ് ഞാൻ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു ചോദ്യം ഇയാൾ ചോദിച്ചെന്ന് വെച്ചിട്ട് അത് ഞാൻ എങ്ങനെയാണ് സ്ത്രീത്വത്തെ വിറ്റ് കാശ് മേടിക്കുന്നതാകുന്നത്? ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം. ഞാൻ കാണിച്ചിരിക്കുന്നത് എൻ്റെ ശരീരത്തെയാണ്. അത് എനിക്ക് ഫിനാൻഷ്യൽ ആവശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് ഫിനാൻഷ്യൽ ആവശ്യത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളാണോ ഹണി? തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. എനിക്ക് ഫിനാൻഷ്യൽ ആവശ്യം ഉണ്ടെങ്കിൽ ഇയാൾ കൊണ്ടു തരത്തൊന്നും ഇല്ലല്ലോ. കൊണ്ടു തരുമോ? ഞങ്ങൾക്ക് ആർക്കും എല്ലാരും കൊണ്ടുതന്നിട്ടല്ല. നമ്മള് മാന്യമായിട്ട് പണിയെടുത്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതേപോലെ തന്നെ മാന്യമായിട്ടുള്ള മോഡലിംഗ് ആണ്. അതിനുശേഷം ഞാൻ റോഡിൽ തുണിയില്ലാതെ നടന്ന നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടുണ്ടോ? ഷൂട്ടിന്റെ മുമ്പേ പറഞ്ഞ നൂഡെന്നാണല്ലോ. ന്യൂഡ് ഫോട്ടോഷൂട്ടിന് ന്യൂഡായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് പോപ്പിക്കൂടെയും പിടിച്ചിട്ട് നിൽക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. നിങ്ങൾ ഒരു ന്യൂഡ് ഫോട്ടോഷൂട്ട് നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കുറിച്ച് എന്തിനാ ചോദിക്കുന്നത്? നമ്മൾ വൈറലാകാൻ വേണ്ടി എന്തെങ്കിലും അങ്ങ് ചോദിച്ചു വിട്ടിട്ട് ഒരു കാര്യമില്ല. ചോദിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അറിഞ്ഞ് അതിന് കണ്ടിട്ട് വേണം സംസാരിക്കാൻ. ഞാൻ അവിടെ ഫുൾ ടൈം വന്നിട്ട് ആ കാറിനകത്ത് ഇറങ്ങിയിട്ട് തുണിയില്ലാതെ ഒന്നും ഇരിക്കുന്നൊന്നുമല്ല. ആ ക്യാമറാമാന്റെ താടിയിൽ പിടിച്ചു വലിക്കുന്നതും ക്യാമറാമാനുമായിട്ട് കൊഞ്ചിക്കൊഴയുന്നതും തമ്മിലുള്ള ഷോർട്സുകൾ. അപ്പൊ ഞാൻ വന്ന സമയത്ത് നിങ്ങൾ ഇവിടുത്തെ ക്യാമറമാനോട് സംസാരിച്ചിരിക്കണേ ഞാൻ കണ്ടല്ലോ. അതിനകത്ത് നിങ്ങൾ മോശം. ഇപ്പോ ഞാൻ മറ്റൊരു ചോദ്യത്തിലേക്ക് എന്നാ കിടന്നോട്ടെ. അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ് ഇവനല്ലേ ഇതൊന്നും കൊണ്ടത്? മറിച്ച് എന്താ പറയുന്നത്, അദ്ദേഹത്തെ ഡിവോഴ്സ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ ഒരാളെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു, ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് നേരത്തെ ഹണിയാരോഹി പറഞ്ഞു വീട്ടിലാണ് ഇദ്ദേഹം താമസിക്കുന്നത് എന്ന് പറഞ്ഞു. അയാളെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നു. അതിനൊന്നും ഇല്ലേ? പലരുടെയും കൂടെ പോകുന്ന ഒരാളാണോ ഹണിയാരോഹി? അതും ഈ ഒരു ടാറ്റു ഇപ്പോഴും വെച്ചുകൊണ്ട് തന്നെ. അതില് എന്ത് മൊറാലിറ്റി ആണുള്ളത്? ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഒരേ സമയത്ത് മൾട്ടിപ്പിൾ റിലേഷൻസ് ഉള്ള ഒരാളല്ല ഞാൻ. ഒരേ സമയത്ത് ഒരാളുമായി റിലേഷൻ ഉണ്ടായിട്ടുണ്ട്. അയാളായിട്ട് ബ്രേക്കപ്പ് ആയപ്പോ അടുത്താള് എനിക്കൊരു റിലേഷൻ ഉണ്ടായേ പറ്റത്തുള്ളൂ. ഇതൊരു ചെയിനാണോ? ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ. എനിക്ക് എപ്പോഴും കമ്മിറ്റഡ് ആയിട്ടുള്ള ലൈഫാണ് ഇഷ്ടം. എപ്പോഴും ഒരു പാർട്ണർ വേണം, സെക്ഷൽ ലൈഫ് വേണം, എനിക്ക് ഫിസിക്കൽ നീഡ്സ് വേണം, എല്ലാ കാര്യങ്ങളും വേണം. ഞാൻ അതിൽ ഹാപ്പിയാണ്. പിന്നെ എന്തിനാ ജീവിക്കുന്നത്? ഞാൻ വയസ്സായ അമ്മൂമ്മത്തള്ളയൊന്നും അല്ല. ഇപ്പൊ തന്നെ രാമായണം വായിച്ച് ബൈബിളും വായിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ആ സമയമാകുമ്പോൾ ഞാൻ ചിലപ്പോൾ ജീവിക്കുമായിരിക്കും. മതിയായോ ചോദ്യങ്ങൾ? ഇത് നാട്ടുകാർ കാണാൻ വേണ്ടിയിട്ടിരിക്കുന്ന പോലെ തന്നെ ഇത് മോക്ക് നാട്ടുകാർ കാണാൻ ഇഷ്ടമല്ലാത്തതല്ലോ. അതുപോലെ ഞങ്ങൾ നാട്ടുകാർ കാണാൻ വേണ്ടി തന്നെ ചെയ്തത്. എനിക്ക് ഞാൻ കാണാനാണ് വീട്ടിൽ നിന്ന് തുണി അഴിച്ചിട്ടാ പോരായിരുന്നു. മോൾ ചിലപ്പോൾ കുറെ എന്തെങ്കിലും കിട്ടിയിട്ട് കണ്ടന്റ് കിട്ടിയിട്ട് കുറച്ച് ഇൻസ്റ്റാഗ്രാമിനകത്ത് യൂട്യൂബിനകത്ത് കുറച്ച് 10 ലൈക്ക് കിട്ടാൻ വേണ്ടി മോൾ എന്ത് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യമില്ല. സീരിയസ്ലി പോയി ലോണി നോക്ക്. ഭ്രാന്ത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.